ആണ്ടവരുടെ നാമം മഹിമപ്പെടുമാറാകട്ടെ. ആണ്ടവർ നമുക്ക് പിന്നെ ഒരു കറുത്ത ദിവസവും കൂടെ നൽകിയിരിക്കെ ആണ്ടവർക്ക് നമ്മളെ സ്തുതിക്കാം. നമുക്ക് ആണ്ടവരെ നമുക്ക് വന്ദിക്കാം. നമുക്ക് നമ്മുടെ ബൈബിൾ സ്റ്റഡി ഫിലിപ്പിയർക്ക് എഴുതിയ പുസ്തകം അതിലെ 3-ാം അധ്യായം 3-ാം വാക്യം താൻ നമ്മൾ പഠിക്കുന്നത്. അത് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 3-ാം വാക്യം. ഇത് എപ്പിസോഡ് 122 താൻ. എപ്പിസോഡ് 122. ഇங்கே என்ன നമ്മൾ വാസിക്കുന്നത്? നാമല്ലോ പരിച്ഛേദനക്കാർ ദൈവത്തിൻ്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുകയും ക്രിസ്തുവേശ്വരൽ പ്രശംസിക്കുകയും ജഡത്തിൽ ആശ്രയിക്കാതിരിക്കുകയും ചെയ്യുന്ന നാം തന്നെ. ഇங்கே പൗലോസ് சொல்லுது, ആരാണ് പരിച്ഛേദനക്കാർ? പരിച്ഛേദനക്കാർ നമുക്ക് എന്ന് നമ്മൾ ചൊല്ലിയാൽ നമുക്ക് തിരിയും. പരിച്ഛേദന എന്ന് ചൊല്ലിയാൽ എന്നതാണ് നമ്മുടെ ശരീരത്തിൻ്റെ അഗ്രചർമ്മം മുറിച്ചിടുക. അതുതാൻ പരിച്ഛേദനം. അന്നേരം അത് എപ്പടി വന്നാച്ചേ? ആണ്ടവർ അവൻ എന്നാ പണിയാച്ചേ? അബ്രഹാമിനോട് ചൊല്ലിയാച്ചേ, എനിക്ക് വേണ്ടി നിങ്ങൾ മാറ്റപ്പെട്ട ജാതി, നിങ്ങൾക്കൊരു നിങ്ങളുടെ ശരീരത്തിൽ ഒരു ചിഹ്നം വേണം. അതിനു വേണ്ടി നീ എന്നാ பண்ணണം? നിൻ്റെ അഗ്രചർമ്മം നീയെ മുറിച്ചിടുക. അന്നേരം അഗ്രചർമ്മം മുറിക്കാൻ വേണ്ടി ആര് കൽപ്പിച്ചാച്ചേ? ആണ്ടവരായ ആണ്ടവർ താൻ, പിതാവായ ആണ്ടവർ താൻ കൽപ്പിച്ചാച്ച്. അന്നേരം ഇங்கே சொல்லுது, ഈ പരിച്ഛേദന എന്ന് അത് ആർക്ക് കൊടുത്തത്? അത് ഇസ്രായേൽ മക്കൾക്ക് കൊടുത്തത്. അന്നേരം പരിച്ഛേദന ഇസ്രായേൽ മക്കൾക്ക് കൊടുത്തത്. ആര് താൻ പരിച്ഛേദന ചെയ്യുന്നത്? ഇസ്രായേൽ മക്കൾ താൻ പരിച്ഛേദന ഏൽക്കുന്നത്. നമ്മൾക്ക് പരിച്ഛേദനയില്ല. നമ്മൾ பார்த்தாൽ നമുക്ക് തിരിയും, നമുക്ക് പരിച്ഛേദനയില്ല. അത് അല്ലെങ്കിൽ ഏതെങ്കിലും കണ്ടീഷനിൽ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ മറ്റും താൻ നമ്മൾ പരിച്ഛേദന പണുക. അത് നമുക്ക് ആണ്ടവർ നമ്മളോട് പരിച്ഛേദന ഏൽക്കാൻ വേണ്ടി നമ്മളോട് ചൊല്ലിയിട്ടേ ഇല്ല. ഇங்கே നമ്മൾ பார்க்குது ആരാണ് പരിച്ഛേദനക്കാർ? അന്നേരം ഇங்கே അപ്പോസ്തലനായ പൗലോസ് നാമല്ലോ പരിച്ഛേദനക്കാർ എങ്കിൽ എഴുതി. അതെന്താണ് നാമല്ലോ പരിച്ഛേദനക്കാർ? അതായത് നമ്മൾ പരിച്ഛേദന ഏറ്റാച്ചാ? നമ്മൾ പരിച്ഛേദന ഏറ്റില്ല. നമ്മൾ ഇസ്രായേൽ മക്കളാ? നമ്മൾ ഇസ്രായേൽ മക്കൾ അല്ല. ഇപ്പോൾ നമ്മൾ ഇസ്രായേൽ മക്കളുമല്ല, നമ്മൾ പരിച്ഛേദന ഏറ്റിട്ടുമില്ല. എന്നാൽ അപ്പോസ്തലനായ പൗലോസ് നാം താൻ പരിച്ഛേദനക്കാർ. അതായത് വിശ്വാസികൾ താൻ പരിച്ഛേദനക്കാർ. അത് എപ്പടി അത് നമുക്ക് പിന്നാടെ നമുക്ക് അതായത് ഇങ്ങനെ നമ്മൾ ചൊല്ലുന്ന വാർത്ത എന്നാ ചൊല്ലിയാൽ ആണ്ടോട് ചൊല്ലുക, നിങ്ങളുടെ ഹൃദയങ്ങൾക്ക് പരിച്ഛേദന വരുത്തിയാച്ച്, നിങ്ങൾ ശരീരത്തിൽ നല്ല നിങ്ങൾ പരിച്ഛേദന പണിയാച്ചേ, ഹൃദയങ്ങൾക്ക് താൻ. അത് നമുക്ക് പിന്നാടി നമുക്ക് വാസിച്ചിടാം. അന്നേരം ഇங்கே சொல்லு, நாம் പരിച്ഛേദനക്കാർ. ഇங்கே சொல்லுது, ആര് താൻ പരിച്ഛേദനക്കാർ? നാം, അതായത് വിശ്വാസികളായ നാം താൻ പരിച്ഛേദനക്കാർ. ഇங்கே അപ്പോസ്തലനായ പൗലോസ് ரொம்ப ശക്തിയായിട്ട് ചൊല്ലിയാച്ച്, ദൈവത്തിൻ്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുകയും അത് എപ്പടി നമ്മൾ പരിച്ഛേദനക്കാരായ ഇങ്ങനെ ചൊല്ലിയിരിക്കുക എന്നാ ചൊല്ലുക? ദൈവത്തിൻ്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുക. അതായത് നമ്മൾ ദൈവത്തിൻ്റെ ആത്മാവ് കൊണ്ട് ആണ്ടവരെ ആരാധിക്കുക. അതായത് നമ്മൾ എപ്പടി ദൈവത്തിൻ്റെ ആത്മാവ് കൊണ്ട് നമ്മൾ എപ്പടി ആരാധിക്കുക? അതായത് ആണ്ടവരായ യേശുക്രിസ്തുവിനെ നമ്മൾ രക്ഷിതാവായി നമ്മൾ വിശ്വസിക്കുമ്പോൾ നമ്മൾക്ക് എന്നാ പറ്റും? ആദ്യത്തെ കാര്യം നമുക്ക് എന്നാ സംഭവിക്കും? പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കും. ഇപ്പോൾ നമ്മളെ നമ്മൾ നടത്തുന്നത് പരിശുദ്ധാത്മാവ്. അതായത് രക്ഷിക്കപ്പെട്ട എല്ലാ വിശ്വാസികൾക്കും ആര് താൻ നടത്തുക? പരിശുദ്ധാത്മാവ്. നമ്മൾ നടത്തപ്പെട്ടതാര്? പരിശുദ്ധാത്മാവാൽ നടത്തപ്പെട്ടത്. അതായത് നമ്മൾ ആണ്ടവരായ യേശുക്രിസ്തുവിനെ നമ്മൾ വിശ്വസിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മൾ ഉള്ളിൽ വന്നിടും. അതേ സമയം, അതായത് നമുക്കതിനു വേണ്ടി നമുക്ക് കാത്തിരിക്കേണ്ട സമയം അതിൻ്റെ ആവശ്യമേ കിടക്കാതെ നമുക്ക് കാത്തിരിക്കേണ്ട കാര്യമില്ല. നമ്മൾ പല ചൊല്ലുകൾ നമുക്ക് കാത്തിരിക്കണം, അതല്ല. അല്ലെങ്കിൽ ചില ചൊല്ലും ജലസ്നാനം എടുക്കുമ്പോൾ താൻ അല്ലെങ്കിൽ ജ്ഞാനസ്നാനം എടുക്കുമ്പോൾ താൻ പരിശുദ്ധാത്മാവ്. அப்படியல்ல இங்கே சொல்லி இங்கே നമ്മൾ சொல்லுക, ആണ്ടവരെ നമ്മൾ എപ്പോൾ നമ്മൾ ആണ്ടവരെ വിശ്വസിച്ചോ നേരം താൻ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വന്നിടും. അതായത് പരിശുദ്ധാത്മാവിന് വേണ്ടി നമ്മൾ കാക്കേണ്ട പരിശുദ്ധാത്മാവ് അതേ സമയം താൻ വന്നിടും നമ്മൾ ആണ്ടവരെ വിശ്വസിക്കുമ്പോൾ. അന്നേരം നമുക്ക് ഒന്നാമത്തെ കണ്ടീഷൻ എന്നാ சொல்லுது? ദൈവത്തിൻ്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുക. അന്നേരം നമ്മൾ എപ്പടി ആണ്ടവരെ നമുക്ക് ജപം പണിടും, അല്ലെങ്കിൽ ആണ്ടവർക്ക് നമ്മൾ എപ്പടി ആരാധന
ആരാധന അർപ്പിച്ചിടും നമ്മുടെ ഹൃദയങ്ങൾ കൊണ്ട് നമ്മൾ ആരാധിച്ചു. അതായത് ദൈവത്തിൻ്റെ ആത്മാവ് കൊണ്ട് താൻ നമ്മൾ ആണ്ടവരെ നമ്മൾ ആരാധിക്കുക. അതാണ് നമ്മൾ ആരാധിക്കുന്നതിൻ്റെ മുഖ്യ ഘടകം എന്നത് ദൈവത്തിൻ്റെ ആത്മാവ്. അല്ല നമ്മുടെ ശരീരം കൊണ്ടല്ല നമ്മൾ ആരാധിക്കുന്നത്, ദൈവത്തിൻ്റെ ആത്മാവ് കൊണ്ട് താൻ നമ്മൾ ആരാധിക്കുന്നത്. അന്നേരം ഒന്നാമത്തെ കാര്യം ഇങ്ങനെ சொல்லுது, വിശ്വാസികളായ നമുക്ക് ആത്മാവ് നമ്മൾ രക്ഷിക്കപ്പെടുമ്പോൾ ആത്മാവ് നമ്മൾ വന്ന് അത് താൻ നമ്മളെ നടത്തുന്നത്, അത് താൻ നമ്മളെ കൺട്രോൾ പണ്ണത്, അല്ലെങ്കിൽ നമ്മളെ നിയന്ത്രിക്കുന്നത്. അന്നേരം ഇങ്ങനെ சொல்லுது என்ன சொல்லுது, ദൈവത്തിൻ്റെ ആത്മാവ് കൊണ്ട് നിങ്ങൾ ആരാധിക്കുന്നു. അതായത് നിങ്ങൾ എപ്പോഴും ആരാധിക്കും, ദൈവത്തിൻ്റെ ആത്മാവ് കൊണ്ട് നിങ്ങൾ ആരാധിക്കും. അതായത് നിങ്ങൾ രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോൾ നിങ്ങൾ ഇന്ന് ലോകത്തിലെ എല്ലാ ആൾക്കാരും എപ്പോഴും ആരാധിക്കുന്നത്, അവർ ശരീരം കൊണ്ട് ആരാധിക്കുന്നു. അതുകൊണ്ട് താൻ ശരീരം കൊണ്ട് നമ്മൾ മന്ദിരത്തിൽ അല്ലെങ്കിൽ നമ്മൾ കോവിൽ പോയിടുമ്പോൾ നമുക്ക് பார்க்கலாம், ആൾക്കാരെ മുടി വെട്ടിച്ചിടും, അല്ലെങ്കിൽ ഷേവ് പണിയിടും, അല്ലെങ്കിൽ അവർ അങ്ങ് ഉടനുണ്ട് നടത്തണം, അല്ലെങ്കിൽ അവർ മല കയറിയിടും, അല്ലെങ്കിൽ നദിയിൽ പോയി കുളിച്ചിടും. എല്ലാമേ ശരീരം കൊണ്ട് ചെയ്ത. ഇங்கே നമ്മൾ വാസിക്കുന്നത് നമ്മൾ ശരീരം കൊണ്ടല്ല നമ്മൾ ആണ്ടവരെ നമ്മൾ ആരാധിക്കുന്നത്. എപ്പോഴും ആത്മാവ് കൊണ്ട് താൻ ആരാധിക്കുന്നത്. നമ്മളെ നിയന്ത്രിക്കുന്ന ആര് താൻ? ആത്മാവ് താൻ. അത് എപ്പം വന്നിടും? ജ്ഞാനസ്ഥാനം എടുക്കുമ്പോഴല്ല, അല്ലെങ്കിൽ നമ്മൾ കാത്തിരിക്കുമ്പോഴല്ല. ഞാൻ നേരത്തെ ചൊല്ലിയാച്ചാ, ഞാൻ എപ്പം നീ ആണ്ടവരെ നീ വിശ്വസിച്ചോ അന്നേരം താൻ ആണ്ടവരുടെ ആത്മാവ് നമ്മൾ ഉള്ളിൽ വരും, അവൻ താൻ നമ്മളെ നിയന്ത്രിക്കും, നമ്മൾ ആരാധിക്കും. രണ്ടാമത് ക്രിസ്തു യേശുവിൽ പ്രശംസിക്കുകയും നമ്മൾ രണ്ടാമത്തെ കാര്യം, നമ്മൾ ആണ്ടവരായ യേശുക്രിസ്തുവിൽ നമുക്ക് പ്രശംസ വന്നിടണം. അതായത് ആണ്ടവരായ യേശുക്രിസ്തു നമുക്ക് സകലവും നൽകി അവന് താൻ നമുക്ക് മഹിഴ്ച നമ്മൾ കൊടുക്കണം. ആർക്ക് കൊടുക്കണം? അവന് താൻ മഹിഴ്ച കൊടുക്കണം. അതായത് നമുക്ക് മഹിഴ്ച കൊടുക്കേണ്ട ആർക്ക് താൻ? ആണ്ടവർക്ക് താൻ, ആണ്ടവരായ യേശുക്രിസ്തു. അതായത് മഹിഴ്ച കൊടുക്കുന്ന അവനെയാണ് നമ്മൾ ആരാധിക്കേണ്ടത്. അതാര് താൻ? യേശുക്രിസ്തു താൻ. അവൻ എന്തുകൊണ്ട് മഹിഴ്ചയ്ക്ക് അതിന് അധികാരിയായി എന്ന് ചൊല്ലിയാൽ, അവൻ നമ്മളെ വീണ്ടെടുത്തു, നമ്മുടെ പാവങ്ങളെ മോചിച്ചു, നമ്മളെ അധർമ്മത്തിൽ നിന്നും വിടുവിച്ചു, നമ്മളെ അടിമത്തത്തിൽ നിന്നും നമ്മൾ വിടിച്ച് നമുക്ക് സ്വതന്ത്രരാക്കിയാച്ച്, നമ്മളെ സ്വതന്ത്രരാക്കി, നമ്മളെ മക്കളും അവകാശികളുമാക്കിയാൽ നമ്മൾ ഇപ്പോൾ ആരുതാൻ? ആണ്ടവരുടെ മക്കൾ. നമുക്ക് അങ്ങനെ ഉള്ള നമുക്ക് നൽകിയിരിക്കുന്ന കാര്യം എന്നതാ, നമ്മൾ ആണ്ടവരെ ആത്മാവിൽ ആരാധിക്കും. നമ്മൾ രണ്ടാമത്തെ കാര്യം, നമ്മൾ ക്രിസ്തു യേശുവിൽ പ്രശംസിക്കും. അന്നേരം നമ്മൾ എന്നാ പറ്റും? നമ്മൾ ആണ്ടവർ ക്രിസ്തുവിന് നമ്മൾ മഹിമ കൊടുത്തിടും. അവനെ നമുക്ക് നമ്മൾ ആരാധിക്കും. അത് ഹൃദയം കൊണ്ട്. അതായത് ആണ്ടവരായ യേശു ക്രിസ്തുവിൻ്റെ ആത്മാവാൽ നമ്മൾ ആരാധിക്കും. അതുകൊണ്ട് നമുക്ക് എന്നാ കിട്ടും? നമ്മൾ അവനെ പ്രശംസിക്കും, അല്ലെങ്കിൽ അവനെ നമ്മൾ മഹിഴ്ച പണിയിടും എന്ന് നമ്മൾ ചൊല്ലിടുകയാണ്. ജഡത്തിൽ ആശ്രയിക്കാതിരിക്കുകയും ചെയ്യുന്ന നാം തന്നെ, അതായത് ഇപ്പോൾ മൂന്നാമത്തെ കാര്യം, നമ്മൾ ജഡത്തിൽ നമ്മൾ ആശ്രയിക്കാതെ ഇരിക്കുക. അതായത് നേരത്തെ വരുന്ന നമ്മൾ ആരിൽ ആശ്രയിച്ചാൽ? നമ്മുടെ ശരീരത്തിൽ താൻ ആശ്രയിച്ചാൽ. ഇപ്പോൾ നമ്മൾ ആണ്ടവരുടെ മക്കളായപ്പോൾ നമ്മൾ ജഡത്തിലല്ല, നമ്മൾ ശരീരത്തിലല്ല നമ്മൾ ആശ്രയിക്കുന്ന. എങ്കിൽ ആരുമേൽ ആശ്രയിക്കുക? ആണ്ടവരായ യേശുക്രിസ്തു. അതായത് ആണ്ടവരായ യേശുക്രിസ്തു താൻ നമുക്ക് ജീവൻ നൽകിയിരിക്കുക. അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ശരീരത്തിൽ എന്നാ പറ്റുമായിരിക്കും? നമുക്ക് എന്നാ പറ്റുമായിരുന്നു? നമ്മൾ നരകത്തിലേക്ക് പോകേണ്ടതായിരുന്നു. നമ്മൾ അല്ലെങ്കിൽ തീയുടെ നടുവിലേക്ക് ഇടപെടേണ്ടവരായിരുന്നു. തീയുടെ തീയിലേക്ക് നമ്മളെ തെളിയേണ്ട ആവശ്യമായിരുന്നു. അതിൽ നിന്നും നമ്മളെ എന്നാ പറ്റിയാച്ച്? ആണ്ടോർ നമ്മളെ വിടുവിച്ചാച്ച്. അതുകൊണ്ട് നമ്മൾ എന്നാ ചെയ്യുക? നമ്മൾ ആരെ ആശ്രയിക്കുന്നില്ല? നമ്മുടെ ശരീരത്തെ ആശ്രയിക്കുന്നില്ല, നമ്മുടെ ഫ്ലഷിനെ നമ്മൾ ആരാധിക്കുന്നില്ല. നമ്മുടെ ഫ്ലഷ് കൊണ്ടല്ല നമ്മൾ ആരാധിക്കുന്നത്. നമ്മൾ എപ്പോഴും ആരാധിക്കുക? ആണ്ടവരാൽ നമ്മൾ ആണ്ടവരെ ആരാധിക്കുന്നു. ആണ്ടവരുടെ ആത്മാവിനാൽ നമ്മൾ ആണ്ടവരെ ആരാധിക്കുന്നു. നമുക്ക് നൽകിയിരിക്കുന്ന നമ്മൾ വിചാരിച്ച് പാക്കണം. നമ്മുടെ സ്റ്റെപ്പ് എത്രമാത്രം വലുതായിരിക്കുന്നത്. ഇപ്പം നമ്മൾ ജഡത്തിലല്ല നമ്മൾ ആരാധിക്കുന്നത്. ആണ്ടവർ നമ്മുടെ ആരാധന എപ്പോൾ സ്വീകരിക്കും? ജഡത്തിൽ നമ്മൾ ആരാധിക്കുന്ന ആണ്ടവർ സ്വീകരിക്കുമോ?
അതിൽ എന്നായിരിക്കെ പാപം ഇരിക്കെ, പാപത്തിൽ ഉള്ളത് ആണ്ടവർ സ്വീകരിക്കാതെ, നമ്മുടെ പാവം ഇല്ലായ്മയിൽ താൻ ആണ്ടവരെ കാണാം. ആണ്ടവർ ആര് താൻ? ആണ്ടവർ പവിത്രൻ താൻ, അവനിൽ യാതൊരു കളങ്കമില്ല. അവന് പാപത്തിൽ നിന്നും വീണ്ടും മാറ്റപ്പെട്ടവൻ, പാവം അവനിൽ ഇല്ല എന്ന് നമ്മൾ യോഹന്നാൻ്റെ പുസ്തകത്തിൽ നമ്മൾ വാസിച്ചിരുന്നു. എന്നാൽ പാപം അവനില്ലായിരുന്നു, അവൻ പാപത്തിൽ നിന്നും വേർപെട്ടവൻ. അത് താൻ പവിത്രൻ. അതായത് നമ്മൾ വേർപെടുക, അതായത് നമ്മളുടെ പഴയ അവസ്ഥയിൽ നിന്നും നമ്മൾ വേർപെടണം. നമ്മൾ പഴയ അവസ്ഥയിൽ നിന്നും വേർപെട്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്നാ പറ്റും, നമുക്ക് പവിത്രമാവാൻ പറ്റൂ. അതായത് ഇങ്ങനെ ആണ്ടവർ അല്ലെ പിതാവായ ആണ്ടവർ അല്ലെങ്കിൽ ആണ്ടവർ അവൻ പവിത്രൻ താൻ. അവൻ എപ്പടി പവിത്രൻ താൻ? അവൻ പാപത്തിൽ നിന്നും വേർപെട്ട് നിൽക്കുന്നവൻ. അതുകൊണ്ട് നമ്മൾ പാപത്തിലിരിക്കുന്ന നമുക്ക് ആണ്ടവരെ ആരാധിക്കാൻ മുടിയാതെ, എന്നാൽ നമ്മൾ ആണ്ടവരായ യേശുക്രിസ്തുവിനെ ആണ്ടവരായി നമ്മൾ വിശ്വസിക്കുമ്പോൾ, അവനെ നമ്മൾ സ്വീകരിക്കുമ്പോൾ നമുക്ക് എന്നാ പറ്റും? ഇനിയും നമ്മൾ പവിത്രരായതുകൊണ്ട് നമുക്ക് ആണ്ടവരെ നമുക്ക് സ്തുതിക്കാൻ പറ്റും. നമ്മൾ എപ്പടി ആരാധിക്കാൻ പറ്റും? നമ്മൾ ആത്മാവിൽ ആരാധിക്കുമ്പോൾ, പവിത്രമായ ആത്മാവിൽ നമ്മൾ ആരാധിക്കുമ്പോൾ, പവിത്രനായ ആണ്ടവർ നമ്മുടെ ജപം കേട്ടിടും, അല്ലെങ്കിൽ നമ്മുടെ ആരാധന സ്വീകരിച്ചിടും. അവന് അത് രംഭ പ്രമോദമായി തീർന്നിടും, രംഭ സന്തോഷമായി തീർന്നിടും. കാരണം പവിത്രമായുള്ളത് തന്നെ അവനെ ആരാധിക്കും. അതുകൊണ്ട് താൻ ആണ്ടവർ சொல்லிக்கு അശുദ്ധമുള്ളത് ഒന്നുമേ എൻ്റെ പക്കത്തിൽ വരാതെ. അശുദ്ധരാർക്കും ആണ്ടവരുടെ പക്കത്തിലേ വരുവാൻ സാധ്യമല്ല. നമ്മൾ അശുദ്ധരായിരിക്കുമ്പോൾ ആണ്ടവരുടെ പക്കത്തിലേ പോകാൻ പറ്റില്ല. എന്നാൽ അശുദ്ധിയും മാറ്റാൻ വേണ്ടി നമുക്ക് എന്നാ പറ്റും? അശുദ്ധി മാറ്റാൻ വേണ്ടി താൻ ആണ്ടവരായ യേശു ക്രിസ്തു ഈ ലോകത്തിൽ വന്നാച്ചേ. അവൻ ലോകത്തിൽ വന്ന് എന്ന് മറ്റുമല്ല, അവൻ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ അവൻ പാപത്തെ വേറിട്ട് നിന്ന്, പാപം അവൻ ഇല്ലായിരുന്നു എന്ന് നമ്മൾ വാസിക്കുന്നു. അവൻ പാപമേ കിടക്കാതെ, അവൻ പാവമില്ലാത്തവനായി തീർന്ന അവൻ എന്നാ പണിയാച്ചേ? അവൻ ഈ ലോകത്തിൽ ജീവിച്ചാച്ചേ. അവനിൽ പാപമൊന്നുമേ ഇല്ല. അവൻ നമ്മളെ വീണ്ടെടുത്തപ്പോൾ, അല്ലെങ്കിൽ അവൻ നമുക്ക് രക്ഷ നൽകിയപ്പോൾ, നമ്മുടെ പാവത്തെ അവൻ എടുത്തു മാറ്റിയാച്ചേ, തൂക്കി എറിഞ്ഞാച്ചേ. നമ്മൾ റോമർക്ക് എഴുതിയ പുസ്തകം നമ്മൾ വാസിക്കുമ്പോൾ 8:1 നമ്മൾ വായിക്കുന്നത് എന്നാ ഇനിയും നിങ്ങൾക്ക് ഒരു പാവത്തിൻ്റെ ഒരു ദണ്ഡനവും നിങ്ങൾക്ക് കിടക്കാതെ, അല്ലെങ്കിൽ പാവത്തിൻ്റെ ഒരു ശിക്ഷയും നിങ്ങൾക്ക് കിടക്കാതെ, അതായത് പാവത്തിൽ നിന്നും നമ്മുടെ ശിക്ഷയെ മോചിപ്പിച്ച് തന്നിരിക്കുകയാണ്. അത് മാത്രമല്ല, കൊലുസ്ലേഖനത്തിൽ നമ്മൾ എന്നെ വായിക്കുന്നത്, നമ്മൾ വാസിക്കുന്നത് എന്നതാണ്, നിന്റെ പാവത്തെ അവൻ തുടച്ചു മാറ്റിയാച്ചേ. അവൻ പൂർണ്ണമായി തുടച്ചു മാറ്റി. അവൻ നമ്മളെ വീണ്ടെടുത്ത്. ഞാനെങ്കിൽ എൻ്റെ സമയം മുടിഞ്ഞാച്ചേ. ആണ്ടവരുടെ നാമത്തിന് മഹിമ ഉണ്ടാകട്ടെ. ആണ്ടവർ നിങ്ങളെ ആശീർവദിക്കട്ടെ. ആണ്ടവരുടെ നാമം മഹിമപ്പെടട്ടെ. ആമീൻ.